നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇങ്ങ് വന്നേ, നമുക്കേ അവരെ ഒന്ന് കൊടയാം. എന്തെങ്കിലും പുറത്തു വരുമെന്ന് അറിയാലോ. എന്തിനാ ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. വാ, വാ, ചേച്ചി വാ. എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അതിന് ഋതികമ്മയുടെ ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യയല്ലല്ലോ ഞാൻ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ. എന്താ ചേച്ചി, ചേച്ചി ഒന്നും പറഞ്ഞില്ല? ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന രഹസ്യമായിരുന്നു. പിന്നെ ഞാനൊന്ന് നോക്കി ഉറപ്പിക്കാനായിട്ട് അവര് സംസാരിക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ദൈവമേ, ഇവരറിഞ്ഞോ? ഇവരറിഞ്ഞെങ്കിൽ എല്ലാം കൊള്ളാവുമല്ലോ. ഈ പിള്ളേർ എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? യാമിനി, നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചേച്ചി? നീയേ പ്രതാപനോടൊന്ന് സംസാരിക്കണം. ചേച്ചി, പ്രതാപേട്ടനോട് ഞാനെന്ത് സംസാരിക്കാനാ? രാജുവും ഋതികയും തമ്മില് വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നീ പ്രതാപനോട് പറയണം. ചേച്ചി, ഞാൻ എങ്ങനെ പറയാനാ? ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് പറഞ്ഞാ പോരെ? അതല്ല, അത് ശരിയാവില്ല. നീ തന്നെ പറയണം. കാരണം ഞാനിത് ഒരുപാട് പറഞ്ഞതാ. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പ്രതാപൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞാ ചിലപ്പോ പ്രതാപനൊരു സംശയം തോന്നി എന്തെങ്കിലും അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. ചേച്ചി, അതൊന്നും ശരിയാവില്ല. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കാതെ യാമിനി. ചേച്ചി, രാജു ഋതികയും തമ്മില് വിവാഹം കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വിവാഹം കഴിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. അപ്പൊ പിന്നെ ഞാനിതൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. അമ്പടി പെരുങ്കള്ളി. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്. ഋതിക ഒന്ന് വിളിച്ചു ചോദിക്ക്. ഋതികയോട് നീ ഒന്ന് സംസാരിച്ചു നോക്ക്. അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ രണ്ടും നല്ല അണ്ടർസ്റ്റാൻഡിംഗിലല്ലേ? ഋതികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയല്ലേ? അപ്പൊ ഋതിക നിന്നോട് സത്യം പറയാതിരിക്കില്ല. ഞാൻ പോയി ഋതുമോളോട് ചോദിച്ചാ ഋതു എന്നോട് ചിലപ്പോ സത്യം പറയും. ഈ അമ്പിക ചേച്ചി എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? ചേച്ചി, ഞാനേ സ്റ്റൗവില് പാല് വെച്ചിട്ടുണ്ട്. അത് തിളച്ചു പോയെന്ന് തോന്നുന്നു. യാമിനി, നീ അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ചേച്ചി, ഞാൻ വരാം. അടുക്കളയിൽ പോയിട്ട് പെട്ടെന്ന് വരാം. അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ? അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടും അവരെ ഒന്നിച്ച് കാണണമെന്ന അവളുടെ ആഗ്രഹം. നിനക്കിട്ടുള്ള പണിയെ ഞാൻ തരുന്നുണ്ട്. ഹലോ, ഏയ് ഇല്ല, ഇലക്ഷൻ ഡേറ്റിന് മുമ്പോ? ചേട്ടൻ അടുത്ത ദിവസം തന്നെ എത്തൂടോ? അതുവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ രാജു ഞാനും ഒക്കെ ഇല്ലേ?
എങ്കിൽ ശരി, ഞാൻ വിളിക്കാം. രാജു, ചെറിയച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ദയവ് ചെയ്ത് ചെറിയച്ചന്റെ മുന്നിൽ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ച് വഴക്കുണ്ടാക്കരുത്. ആ അത് കൊള്ളാലോ. അപ്പൊ വഴക്കുണ്ടാക്കുന്ന ആള് ഞാനാണോ? ഋതിക മാഡല്ലേ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്ന് വഴക്ക് തുടങ്ങുന്ന? തുടങ്ങി തർക്കം. ഇങ്ങനെ തർക്കിച്ച് തുടങ്ങി അത് പിന്നെ വഴക്ക് ചെന്ന് തീരുന്നത്. തുടങ്ങി വെച്ചതാരാ? ഞാനാണോ? മാഡം അല്ലേ? എന്റെ പൊന്നു രാജു, ഒന്ന് മിണ്ടാതെ ഇറങ്ങി വാ. ഞാൻ മിണ്ടുന്നില്ല, മാഡം മിണ്ടാതെ വന്നാ മതി. വാ. രാജു, ഋതിക മോളെ, വാ, നിങ്ങൾ ഇരിക്കും. നിങ്ങൾ ചായ കുടിച്ചായിരുന്നോ? ഞാൻ യാമിനിയോട് ചായ എടുക്കാൻ പറയാം. യാമിനി. അയ്യോ വേണ്ട ചെറിയച്ച, ഞങ്ങള് ചായ കുടിച്ചിട്ട് ഇറങ്ങിയേ. ഒരു ചായ കൂടി ആവാ മോളെ. വേണ്ട ശേഖരൻ സാറേ, യാമിനി മാഡത്തിന് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്ന? രാജു, ദിവ്യ എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ശേഖരൻ സാറേ. ഞാൻ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയ ഞാൻ രാജുവിനെ അറിയിക്കാം. ആ ശരി സാർ. യാമിനി, യാമിനി, ദൈവമേ, ഇവരെന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. യാമിനി. എന്താ ചേച്ചി? അല്ല, രാജുവും ഋതികയും ഹാളിലുണ്ടല്ലേ? ഉണ്ട്. നീ ഇങ്ങ് വന്നേ, നമുക്കേ അവരെ ഒന്ന് കൊടയാം. എന്തെങ്കിലും പുറത്തു വരുമെന്ന് അറിയാലോ. എന്തിനാ ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. വാ, ചേച്ചി. വാ. രാജു, ആ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ ശേഖരൻ സാറേ. ആ. ചെറിയമ്മേ, അപ്പു ഇവിടെ? അവിടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, ഹോസ്റ്റലിലാ. രാജു, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട മാഡം. ഞാനിപ്പോ വരാമേ. ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാ യാമിനി? രാജുവിനോടും ഋതികയോടും ആ കാര്യം ഇന്ന് തന്നെ ചോദിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് യാമിനി അങ്ങ് പോയാൽ എങ്ങനെയാ? യാമിനിക്ക് എന്താ അവരോട് തുറന്നു ചോദിക്കാൻ പേടിയാ? ചേച്ചി പ്ലീസ്. ഇങ്ങനെ പേടിക്കേണ്ട നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അവര് നമ്മളെ കുട്ടികളല്ലേ. യാമിനി ധൈര്യമായിട്ട് ചോദിക്കും. എന്താ ചെറിയമ്മ, എന്താ കാര്യം? എന്താടോ, എന്തു പറ്റി? ഒന്നും പറയണ്ട ശേഖര. രാജുവിനെയും ഹൃദയെയും കുറിച്ച് യാമിനിക്ക് വലിയൊരു പരാതിയുണ്ട്. എന്താ ചെറിയമ്മ? ഏയ് ഒന്നുമില്ല മോളെ. നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം യാമിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.